ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി നമ്മുടെ നെയ്പത്രിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈവനിങ് ആയാലും മോർണിംഗ് ആയാലും നമ്മൾ ഇഫ്താറിൻ്റെ ഒക്കെ സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്, ഒരു പത്തിരിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനും കൂടെ നമ്മളെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ആക്കിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്ക് നല്ല ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതൊക്കെ പൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റിയേ. അപ്പോൾ ഇത് ഏത് കറിയുടെ കൂടെയും സൂട്ടാകുന്നൊരു പത്തിരിയാണ്. അതായത് ബീഫ് കറിയായാലും മീൻ കറിയായാലും മുട്ടക്കറിയായാലും ചിക്കൻ കറിയായാലും എങ്ങനെയും സൂട്ടാകുന്ന ഒരു പത്തിരിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ ചിരകിയിട്ട് കൊടുക്കാം. അപ്പോൾ എത്രയാണ് നമ്മൾ അരി എടുക്കുന്നത്, അരിപ്പൊടി എടുക്കുന്നത്, അതിനനുസരിച്ചിട്ട് നമ്മൾ തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാനതൊരു അരമുറി തേങ്ങ മുഴുവനായിട്ടും ചിരകിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ചേർക്കാനുള്ളത് നല്ല കുഞ്ഞുള്ളിയാണ്, കൊച്ചുള്ളി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. ആ കുഞ്ഞുള്ളിയാണ്. ഒരു 10-20 എണ്ണം കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കേണ്ടത് കുഞ്ഞുള്ളി കുറച്ച് അധികമായിട്ട് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഞാനിതാ കുറച്ചധികം തന്നെ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ എടുക്കുന്ന തേങ്ങയുടെയും അതുപോലെ തന്നെ അരിപ്പൊടിയുടെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ചെറിയ ജീരകമില്ല, കുഞ്ഞു ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഓരോ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് എത്രയാണോ പൊടി എടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പൊടിയൊക്കെ ഒരു നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പത്തിരി പൊരിക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ തേങ്ങയുടെ, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വെള്ളമൊക്കെ ചേർത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അധികം ലൂസും ആവാതെ അധികം ടൈറ്റും ആവാതെ നല്ലൊരു പാകത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മൾ ചൂടാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയിലേക്ക് നമ്മൾ ഓരോന്ന് നമുക്ക് എത്ര വലുപ്പമാണ് വേണ്ടിയത് അതിനനുസരിച്ചിട്ട് വലിപ്പം, കുഞ്ഞി പത്തിരി അല്ലെങ്കിൽ മീഡിയം സൈസ് പത്തിരി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലാണ് വേണ്ടത് ആ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാവേ. അപ്പോൾ ഇത് പെട്ടെന്ന് പൊന്തിങ്ങി വരും കേട്ടോ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ആക്കാനൊക്കെ വെച്ചാൽ പെട്ടെന്ന് പൊന്തിയിട്ട് നമുക്ക് ഇട്ട പാടൻ എണ്ണയിൽ നിന്ന് പൊന്തിയിട്ടിങ്ങ് പോരും. ഒരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയുന്ന ഈസി സ്നാക്കാണ്. നമുക്ക് പൊടിയൊക്കെ കുഴച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിച്ച് നല്ല അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിച്ചൊക്കെ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് കുറച്ച് അരച്ച് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കുന്ന രീതിക്ക് അങ്ങനെയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റേ. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പത്തിരി പെട്ടെന്നായി കിട്ടും. അധികം നേരം വെയിറ്റാക്കി ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ആക്കി നോക്കണേ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും മറക്കല്ലേ. അപ്പോൾ ഫീഡ്ബാക്ക് മാത്രം പോരാ, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒരു ലൈക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് അറിയിക്കണേ. നല്ലൊരു അടിപൊളി സ്നാക്കാണ് ഇത്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. അവർ നാളെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടൊക്കെ പറയും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ല, നല്ലോണം ഉള്ളൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരും. അപ്പോൾ അതുവരേക്കും ബൈ.